ഹലോ, കേരള PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഏവർക്കും എഡ്യൂഗോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് സിവിക്സിൽ വരുന്ന വാട്ടർഷെഡ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വീഡിയോ ഫുൾ ആയിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് തണ്ണീർത്തടം? വർഷത്തിൽ 6 മാസമെങ്കിലും ജലത്താൽ ആവൃതമായതോ അല്ലെങ്കിൽ ജലനിർഭരമായതോ ആയ പാരിസ്ഥിതിക സവിശേഷതകളുള്ള ഭൂപ്രദേശത്തെയാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. ഈ തണ്ണീർത്തടത്തിൽ എന്തെല്ലാമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് നമുക്ക് നോക്കാം. ചെറുതും വലുതുമായ തടാകങ്ങൾ, നദികൾ, അരുവികൾ, അഴിമുഖങ്ങൾ, ഡെൽറ്റകൾ, കണ്ടൽ പ്രദേശങ്ങൾ, പവിഴപ്പുറ്റുകൾ നിറഞ്ഞ പ്രദേശങ്ങൾ, ചതുപ്പ് പ്രദേശം, നെൽവയലുകൾ, അണക്കെട്ടുകൾ, ജലസംഭരണികൾ, വനഭൂമികൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് തണ്ണീർത്തടങ്ങൾ. ഇവയെല്ലാം തണ്ണീർത്തടത്തിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഈ തണ്ണീർത്തടത്തിന്റെ വിശേഷണങ്ങൾ നമുക്ക് നോക്കാം. പ്രകൃതിദത്ത അണക്കെട്ടുകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ്. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നതും തണ്ണീർത്തടങ്ങളാണ്. ഭൂമിയുടെ സ്പോഞ്ചുകൾ എന്നറിയപ്പെടുന്നതും തണ്ണീർത്തടങ്ങളാണ്. പ്രകൃതിദത്ത അണക്കെട്ടുകൾ, ഭൂമിയുടെ വൃക്കകൾ, ഭൂമിയുടെ സ്പോഞ്ചുകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ്. നെക്സ്റ്റ്, റാംസാർ കൺവെൻഷൻ. റാംസാർ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായി 1971 ഫെബ്രുവരി 2 ഇറാനിലെ റാംസാർ എന്ന സ്ഥലത്ത് ചേർന്ന ഉച്ചകോടി, അതിനാണ് റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായി 1971 ഫെബ്രുവരി 2 ഇറാനിലെ റാംസാർ എന്ന സ്ഥലത്ത് ചേർന്ന ഉച്ചകോടി, അതാണ് റാംസാർ കൺവെൻഷൻ. കാസ്പിയൻ കടൽ തീരത്ത് വെച്ചിട്ടാണ്, അതായത് ഇറാനിലെ കാസ്പിയൻ കടൽ തീരത്ത് വെച്ചിട്ടാണ് ഈ ഉച്ചകോടി ചേർന്നിട്ടുള്ളത്. റാംസാർ ഉടമ്പടി നിലവിൽ വന്ന ഡേറ്റ് 1975 ഡിസംബർ 21. ആഗോളതലത്തിൽ തണ്ണീർത്തട ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് 1997 ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ലോക തണ്ണീർത്തട ദിനം എന്നാണെന്ന്. ഇന്ത്യ റാംസാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അത് 1982 ഫെബ്രുവരി 1 ഇന്ത്യ റാംസാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. 2021 റാംസാർ കൺവെൻഷൻ അതിന്റെ 50ാമത് വാർഷികം ആഘോഷിച്ചു. 71 സ്റ്റാർട്ട് ചെയ്തത്. 2021 ആയപ്പോഴേക്കും 50ാമത് വർഷം അല്ലെങ്കിൽ 50ാമത് വാർഷികം ആഘോഷിച്ചു. അപ്പൊ നമുക്ക് ഈ ഡേറ്റുകളെല്ലാം ഒന്നുകൂടെ ഒന്ന് പറയാം. റാംസാർ കൺവെൻഷൻ അല്ലെങ്കിൽ ഉച്ചകോടി നടന്ന വർഷം 1971 ഫെബ്രുവരി 2. റാംസാർ ഉടമ്പടി നിലവിൽ വന്നത് 1975 ഡിസംബർ 21. ആഗോളതലത്തിൽ തണ്ണീർത്തട ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് 1997 ഫെബ്രുവരി 2 മുതലാണ്. ഇന്ത്യ റാംസാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1982 ഫെബ്രുവരി 1. അപ്പൊ ഡേറ്റുകളെല്ലാം മാറിപ്പോതെ പഠിച്ചു വെച്ചേക്കുക. ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. ഓരോ വർഷവും തണ്ണീർത്തട ദിനം ആഘോഷിക്കുമ്പോൾ അവർ ഓരോ തീം കൊണ്ടുവരാറുണ്ട്. നമുക്കിത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. 2020 മുതലുള്ള തീമാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2020 വെറ്റ്ലാൻഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി, 2021 വെറ്റ്ലാൻഡ്സ് ആൻഡ് വാട്ടർ, 2022 വെറ്റ്ലാൻഡ്സ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ, 2023 വെറ്റ്ലാൻഡ്സ് റീസ്റ്റോറേഷൻ. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ജസ്റ്റ് ചെറിയൊരു കോഡ് വെച്ച് തന്നെ കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. വെറ്റ്ലാൻഡ് എല്ലാ കേസിലും കോമൺ ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ വരുന്ന വാക്കുകൾ മാത്രം പഠിച്ചാൽ മതി. ഇപ്പൊ 2020 നിന്നും ഈ 0 ഇങ്ങെടുത്തു, ബയോയുടെ ഈ ഓയും ഇങ്ങെടുത്തു. ഇപ്പൊ 2020 ബയോഡൈവേഴ്സിറ്റി, അങ്ങനെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. 2021 നിന്നും ഈ 1 എടുത്തു. ഇവിടെ വാട്ടർ ആണല്ലേ, വാട്ടർ ഒഴുകുന്ന എങ്ങനെയാ? ഒന്നുപോലെ അല്ലേ. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക. 2021 ഒന്നുപോലെ വാട്ടർ ഒഴുകുന്നു, വെറ്റ്ലാൻഡ്സ് ആൻഡ് വാട്ടർ. 2022 വരുമ്പോഴത്തേക്കും ഈ രണ്ട് ഇങ്ങെടുത്തു, വെറ്റ്ലാൻഡ്സ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ. ഇവിടെ 2 കാര്യമുണ്ട്, ബാക്കി എല്ലായിടത്തും ഒന്നേ ഉള്ളൂ. പീപ്പിളും നേച്ചറും ഒരുമിച്ച് വരുന്നത് 2022 പീപ്പിൾ നേച്ചർ. 2023 ഈ 3 ഇങ്ങെടുത്തു. 3 ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? 3 അല്ലേ. അപ്പൊ നമുക്കിവിടെ റീസ്റ്റോറേഷൻ ആണ്. റീസ്റ്റോറേഷനിൽ നിന്നും റീയും എടുത്തു. 2023 നിന്ന് 3 3യും എടുത്തു. അപ്പം 3 റീ, അത് ഓർത്തിരിക്കുക കേട്ടോ. 2023 തീം വെറ്റ്ലാൻഡ്സ് ആൻഡ് റീസ്റ്റോറേഷൻ. ഒന്നുകൂടെ പറയാം. 2020 തീം വെറ്റ്ലാൻഡ്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. കാണാതെ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. 2021 വെറ്റ്ലാൻഡ്സ് ആൻഡ് വാട്ടർ. 2022 2 കാര്യങ്ങളാണുള്ളത്, വെറ്റ്ലാൻഡ്സ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ. പീപ്പിളും നേച്ചറാണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. 2023 റീ 3 വെറ്റ്ലാൻഡ്സ് റീസ്റ്റോറേഷൻ. അത് ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങളുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങളുള്ള രാജ്യം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വ്യാപ്തിയിൽ തണ്ണീർത്തടങ്ങളുള്ള രാജ്യം കാനഡ. രണ്ടും മാറിപ്പോകരുത്. ഏറ്റവും കൂടുതൽ എണ്ണത്തിൽ കൂടുതൽ ബ്രിട്ടനിലും വ്യാപ്തിയിൽ കൂടുതൽ കാനഡയുമാണെന്ന് ഓർത്തിരിക്കുക. തണ്ണീർത്തടങ്ങൾ കാണപ്പെടാത്ത ഒരേ ഒരു ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക ഒഴികെ ബാക്കി എല്ലാ ഭൂഖണ്ഡങ്ങളിലും തണ്ണീർത്തടങ്ങൾ കാണപ്പെടാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം പാന്റനാൽ, അത് ബ്രസീലിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏതാണെന്ന് ചോദിച്ചാൽ പാന്റനാൽ, ബ്രസീലിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, ബോഗ് തണ്ണീർത്തടങ്ങൾ. ശുദ്ധജല തണ്ണീർത്തടമാണ് ബോഗുകൾ. ശുദ്ധജല തണ്ണീർത്തടമാണ് ബോഗുകൾ. ബോഗ് തണ്ണീർത്തടത്തിലെ ജൈവ വ്യവസ്ഥ ജലം സ്വീകരിക്കുന്നത് മഴയിൽ നിന്നുമാണ്. അത് ഓർത്തിരിക്കുക. ബോഗ് തണ്ണീർത്തടങ്ങളിലെ ജൈവ വ്യവസ്ഥ ജലം സ്വീകരിക്കുന്നത് മഴയിൽ നിന്നുമാണ്. നെക്സ്റ്റ്, മോൺട്രിയക്സ് റെക്കോർഡ്. മോൺട്രിയക്സ് റെക്കോർഡ്. മോൺട്രിയക്സ് റെക്കോർഡ് എന്തുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട ഒരു റെക്കോർഡാണ് മോൺട്രിയക്സ് റെക്കോർഡ്. മോൺട്രിയക്സ് റെക്കോർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. പാരിസ്ഥിതിക മാറ്റങ്ങളാൽ അല്ലെങ്കിൽ സാങ്കേതിക വികാസങ്ങൾ, മലിനീകരണം, മനുഷ്യ ഇടപെടൽ എന്നിവയുടെ ഫലമായി പാരിസ്ഥിതിക സ്വഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചതോ സംഭവിക്കുന്നതോ സംഭവിക്കാൻ സാധ്യതയുള്ളതോ ആയ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള റാംസാർ തണ്ണീർത്തടങ്ങളുടെ പട്ടികയിലെ തണ്ണീർത്തട സൈറ്റുകളുടെ ഒരു രജിസ്റ്ററാണ് മോൺട്രിയക്സ് റെക്കോർഡ്. അത് ഓർത്തിരിക്കുക കേട്ടോ. റാംസാർ പട്ടികയുടെ ഭാഗമായിട്ടാണ് ഇത് പരിപാലിക്കുന്നത്. റാംസാർ പട്ടികയുടെ ഭാഗമായിട്ടാണ് ഈ മോൺട്രിയക്സ് റെക്കോർഡ് പരിപാലിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് മോൺട്രിയക്സ് റെക്കോർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 റാംസാർ സൈറ്റുകളാണ് കിയോലാഡിയോ നാഷണൽ പാർക്ക്, ലോക്തക് ലേക്ക്. ഈ കിയോലാഡിയോ നാഷണൽ പാർക്ക് രാജസ്ഥാനിലും ലോക്തക് ലേക്ക് മണിപ്പൂരിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. റാംസാർ കൺവെൻഷൻ പ്രവർത്തിക്കുന്നത് താഴെ പറഞ്ഞിരിക്കുന്ന ഈ സംഘടനകളുടെ സഹായത്തോടു കൂടിയാണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് അതിന്റെ പേര് മാത്രമേ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ, ഇന്റർനാഷണൽ വാട്ടർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെറ്റ്ലാൻഡ് ഇന്റർനാഷണൽ, വൈൽഡ് ഫോർ ആൻഡ് വെറ്റ്ലാൻഡ് ട്രസ്റ്റ്, വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചർ ഇന്റർനാഷണൽ. ഇത്രയും സംഘടനകളുടെ സഹായത്തോടു കൂടിയാണ് റാംസാർ കൺവെൻഷൻ പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ്, വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് റൂള് 2017 ഇന്ത്യയിൽ നിലവിൽ വന്നത്. വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് റൂള് 2017. തണ്ണീർത്തട സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 2017 ആണ്. 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ വ്യവസ്ഥകൾ പ്രകാരമാണ് ഇന്ത്യയിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഇനി നമുക്ക് ഇന്ത്യയിലെ റാംസാർ സൈറ്റുകളെ കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ റാംസാർ സൈറ്റ് 2 ചിൽക്ക തടാകം ആൻഡ് കിയോലാഡിയോ നാഷണൽ പാർക്ക്. 1981 ഇവ രണ്ടും റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ചിൽക്ക തടാകം ഒറീസയിലും കിയോലാഡിയോ നാഷണൽ പാർക്ക് രാജസ്ഥാനിലുമാണ്. ഈ കിയോലാഡിയോ നാഷണൽ പാർക്ക് മോൺട്രിയക്സ് റെക്കോർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു തണ്ണീർത്തടമാണ്. ഏറ്റവും വലിയ റാംസാർ സൈറ്റ് സുന്ദർബൻസ്, അത് വെസ്റ്റ് ബംഗാളിലാണ്. ഏറ്റവും ചെറുത് രേണുക തടാകം ഹിമാചൽ പ്രദേശില്. ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും വലുത് സുന്ദർബൻസ്, അത് വെസ്റ്റ് ബംഗാളിലാണ്. ഏറ്റവും ചെറുത് രേണുക തടാകം ഹിമാചൽ പ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇതൊരു കറന്റ് അഫയേഴ്സ് ആണ്. ഇന്ത്യ തണ്ണീർത്തട സംരക്ഷണത്തിനും പരിപാലനത്തിനും വേണ്ടിയുള്ള കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചെന്നൈയിലാണ്. 2021 സ്ഥാപിച്ചത്. ഇന്ത്യ തണ്ണീർത്തട സംരക്ഷണത്തിനും പരിപാലനത്തിനും വേണ്ടിയുള്ള കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ചെന്നൈയിലാണ് 2021. നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റിൽ പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ഉപ്പ് ഖനനത്തിന്റെ പേരിൽ തുടർച്ചയായി വാർത്തകളിൽ ഇടം നേടിയിരുന്ന ഇന്ത്യയിലെ ഒരു തണ്ണീർത്തടമാണ് സാംഭാർ തടാകം. അത് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഉപ്പ് തടാകമാണ് സാംഭാർ തടാകം. റാംസാർ ഉടമ്പടി പ്രകാരം തണ്ണീർത്തടങ്ങളെ 3ആയി തിരിച്ചിട്ടുണ്ട്. റാംസാർ ഉടമ്പടി പ്രകാരം തണ്ണീർത്തടങ്ങളെ 3ആയി തിരിച്ചിട്ടുണ്ട്. സമുദ്ര അല്ലെങ്കിൽ തീരപ്രദേശത്തുള്ള തണ്ണീർത്തടങ്ങൾ, ഉൾനാടൻ തണ്ണീർത്തടങ്ങൾ, മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങൾ എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ ഓരോന്നിലും വരുന്നത് ഏതൊക്കെ കാറ്റഗറിയാണ് നമുക്ക് നോക്കാം. കാരണം സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് അതിനുള്ളിൽ വരുന്ന കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ നോട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, വീഡിയോ നോക്കി പഠിച്ചു വെച്ചേക്കുക. സമുദ്ര തീരപ്രദേശത്തുള്ളവ 6 മീറ്ററിൽ താഴെ മാത്രം ആഴമുള്ള, അതായത് വേലിയിറക്ക സമയത്ത് അങ്ങനെയുള്ള കടൽ പ്രദേശങ്ങൾ. സമുദ്ര ഇടത്തട്ടുകൾ, കടൽപ്പുല്ലും മറ്റു സമുദ്രാവരണങ്ങളും വളരുന്ന ഇടത്തട്ടുകൾ. പവിഴപ്പുറ്റുകൾ, പാറക്കെട്ടുകൾ നിറഞ്ഞ കടൽ തീരങ്ങൾ, മണലോ ചരലോ നിറഞ്ഞ പൊഴിമുഖങ്ങളും അഴിമുഖങ്ങളും ഉൾപ്പെട്ട കടൽ തീരങ്ങൾ, കായൽ പ്രദേശങ്ങൾ, ചെളിയോ മണലോ നിറഞ്ഞ വേലിയേറ്റങ്ങൾ അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ, വേലിയേറ്റ വേലിയിറക്കങ്ങൾ അനുഭവപ്പെടുന്ന ഉപ്പളങ്ങൾ,
ഓരുജലമോ ശുദ്ധജലമോ നിറഞ്ഞ ചെളിപ്രദേശങ്ങൾ, വേലിയേറ്റ വേലിയിറക്കങ്ങൾ അനുഭവപ്പെടുന്ന മരങ്ങൾ നിറഞ്ഞ തണ്ണീർത്തടങ്ങൾ, അതായത് കണ്ടൽ വനങ്ങൾ, നിപ്പ ചെളിപ്രദേശങ്ങളും ചതുപ്പുകളും നിറഞ്ഞ വനങ്ങൾ. അപ്പൊ നിപ്പ എന്ന് വെച്ചാൽ ചെളിപ്രദേശത്തിനാണ് നിപ്പ എന്ന് പറയുന്നത്. ചെളിപ്രദേശങ്ങൾ നിറഞ്ഞ വനമേഖല, അതിനെയാണ് നിപ്പ എന്ന് പറയുന്നത്. ചെളിപ്രദേശങ്ങളും ചതുപ്പുകളും നിറഞ്ഞ വനമേഖലകൾ, കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തീരപ്രദേശ ഉപ്പു ലഗൂണുകൾ. ഈ ലഗൂണുകൾ എന്താണെന്ന് വെച്ചാൽ ദ്വീപുകളാലോ അല്ലെങ്കിൽ തീരങ്ങളാലോ വേർതിരിക്കപ്പെട്ട ആഴം കുറഞ്ഞ കടൽപ്പരപ്പിനെയാണ് ലഗൂണുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, തീരപ്രദേശ ശുദ്ധജല ലഗൂണുകൾ. ഇവയെല്ലാമാണ് സമുദ്ര അല്ലെങ്കിൽ തീരപ്രദേശത്തുള്ള തണ്ണീർത്തടങ്ങൾ. നെക്സ്റ്റ്, ഉൾനാടൻ തണ്ണീർത്തടങ്ങൾ. ഉൾനാടൻ തണ്ണീർത്തടങ്ങൾ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നമുക്ക് നോക്കാം. ഉൾനാടൻ ഡെൽറ്റകൾ, നദീമുഖങ്ങൾ, നദികൾ, അരുവികൾ, വെള്ളച്ചാട്ടങ്ങളായിട്ടുള്ള പാറയിടുക്കുകൾ, ആനുകാലികമായോ ഇടയ്ക്കിടയ്ക്ക് ഒഴുകുന്ന നദികൾ, അരുവികൾ, 8 ഹെക്ടറിൽ കൂടുതൽ വിസ്തൃതിയുള്ള ശുദ്ധജല തടാകങ്ങൾ, അതായത് ഓക്സ്ബോ തടാകങ്ങൾ. ഈ ഓക്സ്ബോ തടാകങ്ങൾ എന്താണെന്ന് വെച്ചാൽ പുഴകൾ ഗതി മാറി ഒഴുകി രൂപം കൊള്ളുന്ന തടാകങ്ങളെയാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. ആനുകാലികമായോ ഇടയ്ക്കിടയ്ക്കോ കടൽ ജലം കയറുന്ന കായൽ, ശുദ്ധജല തടാകങ്ങൾ, കാലാനുസൃതമായി ഉപ്പുവെള്ളം കയറുന്നതോ ക്ഷാരഗുണമുള്ളതോ ആയ പ്രദേശങ്ങൾ, സ്ഥിരമായി ഉപ്പുവെള്ളമോ ക്ഷാരഗുണമുള്ളതോ ശുദ്ധജലം ലഭ്യമായതോ ആയ ചെളിപ്രദേശങ്ങൾ, വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ, പീറ്റ് നിലങ്ങൾ, ആൽപൈൻ തണ്ണീർത്തടങ്ങൾ. ആൽപൈൻ തണ്ണീർത്തടങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ മഞ്ഞുരുകി ഉണ്ടാകുന്ന ജലപ്രദേശങ്ങളെയാണ് ആൽപൈൻ തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ, എന്താണ് ആൽപൈൻ തണ്ണീർത്തടങ്ങൾ എന്ന്. നെക്സ്റ്റ്, ഇടതൂർന്ന കുറ്റിച്ചെടികൾ നിറഞ്ഞ ചെളിപ്രദേശങ്ങൾ, തുന്ദ്ര പ്രദേശങ്ങൾ, വൃക്ഷനിബിഡമായ ശുദ്ധജല തണ്ണീർത്തടങ്ങൾ, ജല ഉറവകൾ, ചൂടുനീരുറവകൾ. ഇവയെല്ലാമാണ് ഉൾനാടൻ തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ്, മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങൾ നോക്കാം. ജലകൃഷിയിടങ്ങൾ, മത്സ്യജമീൻ കെട്ടുകൾ, 8 ഹെക്ടറിൽ താഴെയുള്ള മനുഷ്യനിർമ്മിത കുളങ്ങൾ, ജലം കയറി ഇറങ്ങുന്ന തോടുകൾ, ജലസേചന തോടുകൾ, നെൽവയലുകൾ, കാലാനുസൃതമായി ജലം കയറി ഇറങ്ങുന്ന കൃഷിയിടങ്ങൾ, ഉപ്പളങ്ങൾ, വെള്ളം സംഭരിച്ചിരിക്കുന്ന ഡാമുകൾ, റിസർവോയറുകൾ, ബാരേജുകൾ, ഖനനം മൂലം ജലം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, മലിനജലം സംസ്കരിക്കുന്ന പ്രദേശങ്ങൾ, കനാലുകൾ. ഇവയെല്ലാമാണ് മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങൾ. ഇതും കറണ്ട് അഫയേഴ്സ് വരുന്ന കാര്യമാണ്. പ്രധാനപ്പെട്ട തണ്ണീർത്തടങ്ങൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തണ്ണീർത്തടങ്ങൾ. ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 2020 ഇന്ത്യയിൽ നിന്നും റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള തണ്ണീർത്തടങ്ങളാണ്. ഒന്ന്, ആസാൻ കൺസർവേഷൻ റിസർവ്, അത് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, ഖബർതാൽ തടാകം ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, സൂർ സരോവർ ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോണാർ മഹാരാഷ്ട്ര, സോക്കാർ ലഡാക്ക്. ഇതൊക്കെ ഏത് സംസ്ഥാനങ്ങളിലാണ് വരുന്നതെന്നും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഒന്നുകൂടെ പറയാം. ആസാൻ കൺസർവേഷൻ റിസർവ് ഉത്തരാഖണ്ഡ്, ഖബർതാൽ തടാകം ബീഹാർ, സൂർ സരോവർ ഉത്തർപ്രദേശ്, ലോണാർ മഹാരാഷ്ട്ര, സോക്കാർ ലഡാക്ക്. ഇനി 2021 ഇന്ത്യയിൽ നിന്നും റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള സൈറ്റുകൾ നമുക്ക് നോക്കാം. സുൽത്താൻപൂർ നാഷണൽ പാർക്ക് ഹരിയാന, ബിൻവാസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഹരിയാന, തോൾ ലേക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഗുജറാത്ത്, ബദ്വാന വെറ്റ്ലാൻഡ് ഗുജറാത്ത്, ഖിചാഡിയ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഗുജറാത്ത്, ഹൈഡർപൂർ വെറ്റ്ലാൻഡ് ഉത്തർപ്രദേശ്. ഹൈഡർപൂർ വെറ്റ്ലാൻഡ് ഉത്തർപ്രദേശ്. ഒന്നുകൂടെ പറയാം. സുൽത്താൻപൂർ നാഷണൽ പാർക്ക് ഹരിയാന, ബിൻവാസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഹരിയാന, തോൾ ലേക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഗുജറാത്ത്, ബദ്വാന വെറ്റ്ലാൻഡ് ഗുജറാത്ത്, ഖിചാഡിയ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഗുജറാത്ത്, ഹൈഡർപൂർ വെറ്റ്ലാൻഡ് ഉത്തർപ്രദേശ്. 2022 ഇന്ത്യയിൽ നിന്നും റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള സൈറ്റുകൾ നമുക്ക് നോക്കാം. അത് കുറച്ച് അധികം ഉണ്ട്. 2022 കണക്ക് പ്രകാരം ഇന്ത്യയിൽ നിലവിൽ 75 റാംസാർ സൈറ്റുകളാണ് ഉള്ളത്. ഫസ്റ്റ്, ബഹിറ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉത്തർപ്രദേശ്, കരിക്കിലി ബേർഡ് സാങ്ച്വറി തമിഴ്നാട്, പള്ളിക്കാരണി മാർഷ് റിസർവ് ഫോറസ്റ്റ് തമിഴ്നാട്, പിച്ചാവരണം മാംഗ്രോവ് ഫോറസ്റ്റ് തമിഴ്നാട്, പാല വെറ്റ്ലാൻഡ് മിസോറാം, സഹ്യസാഗർ ലേക്ക് മധ്യപ്രദേശ്, തംപാര ലേക്ക് ഒഡീഷ, ഹിരാക്കുഡ് റിസർവോയർ ഒഡീഷ, അൻസുപ ലേക്ക് ഒഡീഷ, യശ്വന്ത് സാഗർ മധ്യപ്രദേശ്, ചിത്രാങ്കുടി ബേർഡ് സാങ്ച്വറി തമിഴ്നാട്, സുചീന്ദ്രം തീരൂർ വെറ്റ്ലാൻഡ് കോംപ്ലക്സ് തമിഴ്നാട്, ബദ്വൂർ ബേർഡ് സാങ്ച്വറി തമിഴ്നാട്, കാഞ്ഞിരംകുളം ബേർഡ് സാങ്ച്വറി തമിഴ്നാട്, താനെ ക്രീക്ക് മഹാരാഷ്ട്ര, ഹൈഗാം വെറ്റ്ലാൻഡ് കൺസർവേഷൻ റിസർവ് ജമ്മു കാശ്മീർ,
ഷാൽബഗ് വെറ്റ്ലാൻഡ് കൺസർവേഷൻ റിസർവ്, അത് ജമ്മു കാശ്മീർ. അപ്പൊ ഇത്രയാണ് ഇന്ത്യയിൽ നിന്ന് നിലവിൽ റീസെന്റ് ആയിട്ട് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള സൈറ്റുകൾ. പറ്റുമെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കാരണം നമുക്ക് റംസാർ സൈറ്റുകളുടെയൊക്കെ പേരൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള റീസെന്റ് ആയിട്ട് നടന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇനി നമുക്ക് കേരളത്തിലെ റാംസാർ സൈറ്റുകൾ നോക്കാം. റാംസാർ പട്ടികയിൽ കേരളത്തിൽ നിന്നുമുള്ള പ്രദേശങ്ങൾ 3 എണ്ണമാണുള്ളത്. വേമ്പനാട്ട് കോൾ നിലങ്ങൾ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ. ഇവ 3ഉമാണ് കേരളത്തിൽ നിന്നുമുള്ള റാംസാർ സൈറ്റുകൾ. 2002 ഇവ 3 റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 2002 വേമ്പനാട്ട് കോൾ നിലങ്ങളും അഷ്ടമുടി കായലും ശാസ്താംകോട്ട കായലും റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വേമ്പനാട്ട് കായൽ എഴുതല് കോൾ നിലങ്ങൾ തന്നെ എഴുതണം കേട്ടോ. വേമ്പനാട്ട് കോൾ നിലങ്ങൾ നമുക്ക് നോക്കാം. തീരദേശ തണ്ണീർത്തടമാണ് വേമ്പനാട്ട് കോൾ നിലങ്ങൾ. കേരളത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏതാണെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കോൾ നിലമാണ്. റാംസാർ പട്ടികയിൽ 1214 നമ്പറാണ് വേമ്പനാട്ട് കോൾ നിലത്തിനുള്ളത്. 1214 നമ്പറാണ് വേമ്പനാട്ട് കോൾ നിലത്തിനുള്ളത്. വിസ്തൃതി 1,51,250 ഹെക്ടർ ആണ്. 1,51,250 ഹെക്ടർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തണ്ണീർത്തടം ഏതാണെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കോൾ നിലമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തണ്ണീർത്തടം വേമ്പനാട്ട് കോൾ നിലം. നെക്സ്റ്റ് അഷ്ടമുടി കായൽ. ഇതും തീരദേശ തണ്ണീർത്തടമാണ്. റാംസാർ പട്ടികയിൽ 1204 നമ്പറാണ്. 1204 നമ്പറാണ്. വിസ്തൃതി 6140 ഹെക്ടർ. 6140 ഹെക്ടർ. വലിപ്പത്തിൽ കേരളത്തിലെ തണ്ണീർത്തടങ്ങളിൽ 2ാം സ്ഥാനം അഷ്ടമുടി കായലിനാണ്. നെക്സ്റ്റ് ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായൽ വിസ്തൃതി 373 ഹെക്ടറേ ഉള്ളൂ. 373 ഹെക്ടർ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശാസ്താംകോട്ട കായലാണ്. റാംസാർ പട്ടികയിൽ 1212 നമ്പറാണ് ശാസ്താംകോട്ട കായലിന്. 1212 നമ്പർ ശാസ്താംകോട്ട കായലിന്റെയാണ്. വലിപ്പത്തിൽ കേരളത്തിലെ തണ്ണീർത്തടങ്ങളിൽ 3ാം സ്ഥാനം ശാസ്താംകോട്ട കായലിനാണ്. വലിപ്പത്തിൽ 3ാം സ്ഥാനം. തണ്ണീർത്തടങ്ങളെ നശീകരണത്തിനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. പ്രകൃതിയാലുള്ള നശീകരണമുണ്ട്, മനുഷ്യ കേന്ദ്രീകൃത നശീകരണമുണ്ട്. പ്രകൃതിയാലുള്ള നശീകരണത്തിൽ വരുന്നതാണ് വരൾച്ച, കൊടുങ്കാറ്റ്, മണ്ണൊലിപ്പ്, സമുദ്രജല വിതാനത്തിന്റെ ഉയർച്ച, അമിത പോഷണം. ഇതെല്ലാമാണ് പ്രകൃതിയാലുള്ള നശീകരണ കാരണങ്ങൾ. ഇനി മനുഷ്യ കേന്ദ്രീകൃത നശീകരണ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണം, നഗരവൽക്കരണം, വ്യാവസായിക വികാസം, ടൂറിസം, കൃഷി, മാലിന്യ നിക്ഷേപം, കയ്യേറ്റങ്ങൾ, നികത്തലുകൾ. ഇവയെല്ലാമാണ് മനുഷ്യ കേന്ദ്രീകൃത നശീകരണ കാരണങ്ങൾ. മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും വികാസത്തിനും തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം അത്യന്താപേക്ഷിതമാണ്. നമുക്ക് ഓരോരുത്തർക്കും അതിനുവേണ്ടി നിലകൊള്ളാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.